ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നടന്ന 10th ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ കട്ട് ഓഫുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ അവസാനം വരെ എല്ലാ കൂട്ടുകാരും കാണാൻ ശ്രമിക്കണം. പരീക്ഷ എഴുതിയ കൂട്ടുകാർ കാണാൻ ശ്രമിക്കണം. നോക്കാം, നമുക്ക് തൊഴിൽ വീതിയിൽ ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം, 10th ലെവൽ പ്രിലിംസ് രാവിലെ തുണച്ചും ഉച്ചയ്ക്ക് ഉലച്ചും എന്നാണ് ഇവരുടെ ഹെഡിങ് വരുന്നത്. അതായത് നമുക്കറിയാം 10th ലെവൽ പ്രിലിംസ് പരീക്ഷ 3-4 ഘട്ടം നടന്ന പരീക്ഷകളിൽ മൂന്നാം ഘട്ടത്തിൽ എന്താണ് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള കുറച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പരീക്ഷ താരതമ്യേന എന്താണ് ഒരു മികച്ച ഒരു പരീക്ഷ തന്നെയായിരുന്നു. അത് വളരെ എളുപ്പമായിട്ട് തോന്നാവുന്ന രീതിയിലുള്ള ഒരു പരീക്ഷയായിരുന്നു മൂന്നാം ഘട്ടത്തിലെ. എന്നാൽ നാലാം ഘട്ടത്തിലെ പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു ഔട്ട്ലൈനായിട്ട് പറയുവാണെങ്കിൽ എന്താണ്, കുറച്ചുകൂടെ മൂന്നാം ഘട്ടത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ടഫായിട്ടുള്ള പരീക്ഷയാണ്. സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കറണ്ട് അഫയർ ചോദ്യങ്ങളൊക്കെ ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയർ ചോദ്യങ്ങളും നാലാം ഘട്ടത്തിൽ ചോദിച്ചു. ഇനി എന്താണ് നമ്മുടെ തൊഴിൽ വീതി 2 ഘട്ടങ്ങളെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മൂന്നാം ഘട്ടത്തിലെ പതിവ് ചോദ്യങ്ങളുടെ പരീക്ഷ എന്താണെന്ന് നോക്കാം. മൂന്നാം ഘട്ട പരീക്ഷയിൽ നിരവധി പരമ്പരാഗത ചോദ്യങ്ങൾ ഉൾപ്പെട്ടതാണ് പരീക്ഷാ ഉദ്യോഗാർത്ഥികൾക്ക് തുണയായത്. ആദ്യഘട്ടങ്ങളിലെ ചില ചോദ്യങ്ങൾ ഈ പരീക്ഷയിൽ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ആദ്യ 2 ഘട്ടങ്ങളിലെ പരീക്ഷകളിലെ ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റ് ചെയ്ത് പഠിച്ചവർക്ക് മൂന്നാം ഘട്ടം വളരെ എളുപ്പമായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ചരിത്രം, ഭൂമിശാസ്ത്രം, ഭരണഘടന, ശാസ്ത്രം, ഗണിതം തുടങ്ങി എല്ലാ മേഖലകളിലെയും ഭൂരിഭാഗം ചോദ്യങ്ങളും ശരാശരിക്കാരെയും തുണയ്ക്കുന്നതായിരുന്നു. എന്നാൽ ചരിത്രം, ഭൂമിശാസ്ത്രം എന്നീ വിഭാഗങ്ങളിലെ നിന്നും സിലബസിന് പുറമേ നിന്നുള്ള ഏതാനും ചോദ്യങ്ങളും വന്നു. ഇവ +1 +2 പാഠഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്. അതായത് ചരിത്രവും ഭൂമിശാസ്ത്രത്തിലെ 1-2 മാർക്കിനുള്ള ചോദ്യങ്ങളൊക്കെ സിലബസിന് പുറത്തുനിന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മൂന്നാം ഘട്ടത്തില് നമ്മുടെ തൊഴിൽ വീതി പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ 55-നും 65 മാർക്കിനും ഇടയിലാണ് കേട്ടോ. 55-നും 65 മാർക്കിനും ഇടയിലാണ്. ഇനി നാലാം ഘട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, നാലാം ഘട്ടം എന്ന് പറയുന്നത് നിലവാരം ഉയർന്ന് നാലാം ഘട്ടം നോക്കാം. നാലാം ഘട്ട പരീക്ഷയിലെ ചോദ്യങ്ങളുടെ നിലവാരം പ്രതീക്ഷിച്ചതിലുമേറെ ഉയർന്നുവെന്ന് ഉദ്യോഗാർത്ഥികൾ. കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടുതലായും പരീക്ഷിച്ചത് കേട്ടോ. കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നിന്ന് പതിവിൽ നിന്ന് വേറിട്ട മികച്ച നിലവാരമുള്ള ചോദ്യങ്ങളും ഈ വിഭാഗത്തിൽ നിന്ന് വന്നു. കറണ്ട് അഫയേഴ്സിൽ നിന്ന് പതിവിലുമേറെ ചോദ്യങ്ങൾ കടന്നു വന്നതായും ഈ പരീക്ഷയിലെ പുതുമയായി. അതായത് നമ്മുടെ കോക്രോച്ച് പാർട്ടിയുടെയൊക്കെ എന്നാണ് ആരംഭിച്ചതെന്നൊക്കെ ഉള്ള ചോദ്യം, ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന സംഭവങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരെ ഈ ഒരു പരീക്ഷയിൽ 1-2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോക്രോച്ച് പാർട്ടിയിലെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 15-ലേറെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും നാലാം ഘട്ടത്തിൽ എത്തി. പിന്നെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളുടെ എണ്ണം കൂടിയതും പരീക്ഷയുടെ നിലവാരം ഉയരാൻ കാരണമായിട്ടുണ്ട്. നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഒരുപാട് വരുമ്പം നമ്മൾ ചിലപ്പം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ തെറ്റിച്ചെന്നൊക്കെ വരാം. അത് പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് നിലവാരം ഉയരാൻ കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻ പരീക്ഷകളുടെ തുടർച്ചയെന്ന് പറയാവുന്ന ചോദ്യങ്ങൾ അവഗണിച്ച നാലാം ഘട്ടത്തിൽ പക്ഷെ ഗണിതം കാര്യമായി വെല്ലുവിളിച്ചില്ല. നമുക്കറിയാം മൂന്നാം ഘട്ടത്തിൽ ആദ്യ 1-2 ഘട്ടങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ GK പാർട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിലും നാലാം ഘട്ടത്തിൽ ഈ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ മാത്സ് വളരെ സിമ്പിൾ ആയിരുന്നു. ഈ 2 ഘട്ടങ്ങളിലും മാത്സിൽ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു കേട്ടോ. പിന്നെ നാലാം ഘട്ടത്തിലെ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 52 മാർക്കും 52 മുതൽ 62 മാർക്ക് വരെയാണ്. നമ്മുടെ ഒരു ഔട്ട്ലൈൻ ആയിട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ 10th പ്രിലിംസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി ബോർഡ്, LGSഉം അതുപോലെ തന്നെ ബെവ്കോ LDC പരീക്ഷകൾക്കും വേണ്ടിയുള്ള തസ്തിക കാണല്ലോ. നമുക്കറിയാം ബെവ്കോ LDCയിലെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ വട്ടവും കൂടി തന്നെയാണ് വരുന്നത് കമ്പനി ബോർഡ് LGSനെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. അത് ഞാനൊരു ഔട്ട്ലൈൻ ആയിട്ട് പറയുന്നതാണ്. പിന്നെ രണ്ടും സ്റ്റേറ്റ് വൈഡ് എക്സാംസ് ആണ്. അപ്പം ഒന്നുകൂടെ പറയാം, മൂന്നാം ഘട്ടത്തിലെ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് മാർക്ക് 55-നും 65 മാർക്കിനും ഇടയിലാണ്. ഇനി നാലാം ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് മാർക്ക് 52-നും 62 മാർക്കിനും ഇടയിലാണ്. ക്ലിയർ ആണ്? ഇനി അടുത്ത നമ്മുടെ പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്കുള്ള അവസരത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്കൊരു കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ കാര്യം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ടെലഗ്രാമിലും വാട്സപ്പിലുമായിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് ജോയിൻ ചെയ്ത കൂട്ടുകാർക്കെല്ലാം നമ്മുടെ ഈ ഒരു പരീക്ഷകളിൽ, ഈ കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷയിൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു ബാച്ച് ലൈവ് പ്ലസ് റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസോടെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ ഇന്ററാക്റ്റീവ് സെക്ഷനിലൂടെ പഠിക്കുന്നത് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പക്കയാക്കി തരുന്നതായിരിക്കും.
അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സിന്റെയും PDF നോട്ട്സ് ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ റിവിഷൻ ഓറിയന്റഡ് ക്ലാസ്സസ് ആണ്, അതായത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും അതോടൊപ്പം തന്നെ എന്താണ് 2025 ജനുവരി മുതൽ 2026 ജൂൺ വരെയുള്ള എല്ലാ മന്ത്ലി കറണ്ട് അഫയേഴ്സും നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിന്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ കയറി കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ആ മന്ത്ലി കറണ്ട് അഫയേഴ്സിന്റെ PDF നോട്ട്സുകളും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ ഈ ഒരു ബാച്ചിന്റെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. വെറും 200 രൂപ. ഒരു ബിരിയാണി മേടിച്ച് കാണുന്ന പൈസ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു അഡ്മിഷൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇനി വരുന്ന പരീക്ഷകൾ എന്ന് പറയുമ്പോൾ ഇനി വരുന്ന പരീക്ഷകൾ വരെയായിരിക്കും ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത്. അതായത് 10th മെയിൻസ് പരീക്ഷകളും VFA പരീക്ഷകളും പിന്നെ LPUP പരീക്ഷകളൊക്കെ വരുന്നുണ്ട്. VFA സെപ്റ്റംബർ മാസമാണ് നടക്കുന്നത്. ആ പരീക്ഷകൾക്കൊക്കെ ഈ ഒരു ബാച്ച് നിങ്ങൾ വളരെയധികം യൂസ്ഫുൾ ആവും. അതോടൊപ്പം തന്നെ അടുത്ത വർഷം നടക്കുന്ന LEC 2027 പരീക്ഷയിൽ പോലും നമ്മുടെ ഈ ഒരു ക്ലാസിന്റെ മെറ്റീരിയൽസും PDF നോട്ട്സും റെക്കോർഡ് സെക്ഷൻ ക്ലാസ്സും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ ആവുന്നത് ആണ് കേട്ടോ. അപ്പം ഇപ്പൊ ഏകദേശം 100-ലധികം കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ പരീക്ഷ എഴുതിയ കൂട്ടുകാർക്കൊക്കെ ഇത് നമ്മുടെ ഈ ഒരു ബാച്ച് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് അവര് ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. 10ഉം 20 മാർക്കുമാണ് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് നോക്കാം, പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് എന്നാണ് അവസരം നോക്കാം. പരീക്ഷ എഴുതാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഓഗസ്റ്റ് 22 അവസരം നൽകുമെന്ന് PSC പറഞ്ഞിട്ടുണ്ട്. അതായത് ഓഗസ്റ്റ് 1 നടന്ന ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലും 10th പ്രിലിംസ് പരീക്ഷ കനത്ത മഴയും പ്രകൃതിക്ഷോഭവും കാരണം എഴുതാൻ കഴിയാത്തവർക്ക് വീണ്ടും അവസരമൊരുക്കുമെന്ന് PSC അറിയിച്ചു. ഓഗസ്റ്റ് 22 നടത്തുന്ന അവസാനഘട്ട പരീക്ഷയിലാണ് ഇവർക്ക് അവസരം നൽകുക. ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പിന്നീട് അറിയിക്കും. നമുക്കറിയാം ഓഗസ്റ്റ് 22 എന്താണ് നമ്മുടെ രണ്ടാം ഘട്ട പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കിനെ തുടർന്ന് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ മാറിക്കൊടുത്തതിനെ തുടർന്ന് രണ്ടാം ഘട്ട പരീക്ഷ നിർത്തിവെച്ചിരുന്നല്ലോ. അപ്പൊ ആ പരീക്ഷ ഓഗസ്റ്റ് 22 നടത്തുമെന്നാണല്ലോ PSC പറഞ്ഞിട്ടുള്ളത്. ആ ഓഗസ്റ്റ് 22 തന്നെ നമ്മുടെ ഈ ഒരു 10th 3-4 ഘട്ടങ്ങൾ പരീക്ഷകളിലെ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ 10th ലെവൽ പ്രിലിംസ് പരീക്ഷ കനത്ത മഴയും പ്രകൃതിക്ഷോഭവും കാരണം എഴുതാൻ കഴിയാത്തവർക്ക് വീണ്ടും അവസരം നൽകുമെന്ന് പറഞ്ഞു. ഓഗസ്റ്റ് 22 നടക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ ഒരു 4 ഘട്ടങ്ങളിലും എഴുതാൻ സാധിക്കാതെ മെഡിക്കൽ കാരണങ്ങളാൽ കേട്ടോ, ആരോഗ്യ കാരണങ്ങളാൽ എഴുതാൻ സാധിക്കാത്തവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഓഗസ്റ്റ് 22 പരീക്ഷയ്ക്ക്. അത് OP ടിക്കറ്റും അതോടൊപ്പം തന്നെ ഡോക്ടറിന്റെ മെഡിക്കൽ കുറിപ്പും PSC ഓഫീസുമായിട്ട് സംബന്ധിച്ച നിങ്ങൾക്ക് എഴുതാൻ സാധിക്കാത്തവർക്കും ഓഗസ്റ്റ് 22 എഴുതാൻ സാധിക്കുന്നതാണ് കേട്ടോ, അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ ഒന്നുകൂടെ പറയാം, കട്ട് ഓഫിനെ കുറിച്ചാണ് പറഞ്ഞത്. 3ാം ഘട്ടത്തിൽ 55ഉം 65 മാർക്കിനും ഇടയിലുള്ള കട്ട് ഓഫും, 4ാം ഘട്ടത്തിൽ എങ്ങനെയാണ് 52ഉം 62നും ഇടയിലുള്ള മാർക്കിനുള്ള കട്ട് ഓഫ് വരാൻ സാധ്യത എന്നാണ് തൊഴിൽ വീതി പറയുന്നത്. നമ്മുടെ പ്രഡിക്ഷനും അതുപോലൊക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഈ ഒരു മാർക്കിനായിരിക്കും വരാൻ സാധ്യത വളരെ കൂടുതൽ കേട്ടോ. അപ്പം അതുപോലെ തന്നെ പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് ഓഗസ്റ്റ് 22 വീണ്ടും അവസരം നൽകുന്നതാണ്. അതിനുവേണ്ടി ഒന്ന് നിങ്ങളൊന്ന് അപേക്ഷിക്കാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ PSC പിന്നീട് പുറത്തു വിടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും പുറത്ത് അങ്ങനെ വല്ലതും അപ്ഡേറ്റ്സ് വരുവാണെങ്കിൽ ഞാൻ നമ്മുടെ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു 3ഉം 4ഉം ഘട്ടം പരീക്ഷ എഴുതിയ കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിച്ചതെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതിങ്ങനെ രേഖപ്പെടുത്തണം. 3ാം ഘട്ടമാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ 3rd സ്റ്റേജ് ഇത്ര മാർക്കാണ് ലഭിച്ചതെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. 4ാം ഘട്ടമാണ് എഴുതിയിട്ടുള്ളെങ്കിൽ 4th സ്റ്റേജ് ഇത്ര മാർക്കാണ് ലഭിച്ചതെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പൊ നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ നമ്മൾ ശരാശരി അപ്പം എത്ര പേർക്കാണ് ലഭിച്ചതെന്നൊക്കെ അറിയാൻ സാധിക്കുമല്ലോ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളിൽ നിന്നൊക്കെ ഷുഗർ ഷോട്ട് കറണ്ട് അഫയർ ചോദ്യങ്ങളുടെ അവസാന നിമിഷം കണ്ട കൂട്ടുകാർ പോലും നമ്മുടെ ഈ ഒരു യൂട്യൂബ് വീഡിയോയിൽ 2, 3, 4 മാർക്കൊക്കെ ലഭിച്ചെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അപ്പം മാക്സിമം നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് തന്നെ വെക്കുക. അപ്പം നിങ്ങൾക്ക് ഇനിയും പരീക്ഷകൾക്ക് ഉപകാരപ്രദമാകുന്ന യൂട്യൂബ് ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. കറണ്ട് അഫയേഴ്സ് ബാച്ചിലും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയോ പറയാവുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ. നിങ്ങളുടെ അഭിപ്രായങ്ങളും മാർക്കും എത്രയാണ് ലഭിച്ചതെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ.